ഹായ് കൂട്ടുകാരെ, ആഷ്ന വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി അയിലച്ചമ്പാൻ എന്ന മീൻ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓരോ മീനും 3 പീസായി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ചെറിയുള്ളി 5 എണ്ണം ചതച്ചതും, കുറച്ച് വെളുത്തുള്ളി ചതച്ചതും, 2 പച്ചമുളക് കീറിയതും, 1/2 പീസ് ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ട് അത് ചെറുതായി അരിഞ്ഞും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കൊടംപുളി കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിവിടെ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മൺചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് ഉലുവയിട്ട് പൊട്ടി വന്നതിന് ശേഷം ആവശ്യമായ കറിവേപ്പില ചേർത്ത് ഈ ചേരുവകളെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് നമുക്ക് ഒരു 1/4 ഭാഗം മൂത്ത് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഫിഷ് മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടെ ചേർത്ത് ഒന്നുകൂടെ തക്കാളി വേവുന്ന വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം. അതിനിടയിൽ നമുക്ക് കുറച്ച് അരമുറി തേങ്ങ ചിരകിയതിലേക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പം നന്നായി അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് മാറ്റി വെച്ച മീനിൻ്റെ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അരച്ച തേങ്ങ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.